കർണാടകയിലെ മംഗളൂരുവിൽ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചെന്നാരോപിച്ച് ജനക്കൂട്ടം യുവാവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തി. വയനാട് പുൽപ്പള്ളി സ്വദേശി അഷ്റഫാണ് കൊല്ലപ്പെട്ടത്. ഞായറാഴ്ച മംഗളൂരുവിലെ കുടുപ്പോയിൽ നടന്ന പ്രാദേശിക ക്രിക്കറ്റ് മത്സരത്തിനിടെയാണ് സംഭവത്തിൽ 20 പേർ പോലീസ് കസ്റ്റഡിയിൽ. ഒന്ന്, ആൾക്കൊരു ചെറിയ രൂപത്തിൽ മാനസിക പ്രോബ്ലം ഉണ്ട്. അതിൻ്റെ ഒരു പ്രയാസം നമുക്കൊരു പൂർണ്ണമായിട്ടൊരു നോർമൽ വ്യക്തിയായിട്ട് നമുക്കത് പറയാൻ പറ്റില്ലല്ലോ. പൂർണ്ണമായിട്ട് നോർമൽ വ്യക്തിയാണെങ്കിൽ നമുക്ക് പറയാം. പിന്നെ മൂപ്പരാറിന് എന്തെങ്കിലും ഒരു സംഘടനയിലോ ജസ്റ്റ് എന്തിനെങ്കിലും ഒരു പ്രവർത്തിക്കുന്ന ഒരാളല്ല. എന്തിനെങ്കിലും മറ്റുള്ള അങ്ങനെ ഒരു ചെറിയ ഒരു ഇതുപോലും ഇല്ല. അപ്പോൾ എന്താണിപ്പോൾ ഈ ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ അങ്ങനെ വന്നിട്ടുള്ളത്? പിന്നെ അവിടുത്തെ നമുക്കിപ്പോൾ ഇങ്ങനെ മൂപ്പര് ഇങ്ങനെ ഈ സാധനങ്ങളൊക്കെ കൊണ്ടു കൊടുക്കുന്ന CCTV അങ്ങനെയൊക്കെ ഇതുണ്ട്. അപ്പോൾ അവിടുത്തെ ഇത് പ്രകാരം അങ്ങനത്തെ ഒരു സംഭവം ഇങ്ങനെ ബാക്കിയൊക്കെ പോലീസാണ് അന്വേഷിക്കേണ്ടത്. നമ്മൾ അങ്ങനത്തെ അന്വേഷണം നടക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഭാഗവുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങളും സഹകരിക്കാൻ നമ്മൾ തയ്യാറാണെന്നാണ് നമുക്ക് പറയാനുള്ളത്. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിനാണ് ചേരുന്നത്. ജോസഫെ, നിയമം കയ്യിലെടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ കുറ്റകരമാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു കൊല്ലപ്പെട്ട അഷ്റഫ് മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരാളാണെന്ന് ഇപ്പോഴത്തെ ആ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നു. എന്താണ് സംഭവിച്ചത്? കാളിദാസ്, ഈ ഞായറാഴ്ച 3 മണിയോട് കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ കർണാടകയിലെ ഒരു ക്ഷേത്ര മൈതാനി, അതായത് കുടുംബ കല്ലുരുത്തി ക്ഷേത്ര മൈതാനിയിലാണ് ഇത്തരത്തിലൊരു പ്രാദേശിക ക്രിക്കറ്റ് ടൂർണമെന്റ് നടക്കുന്നുണ്ടായിരുന്നു. ഈ ക്രിക്കറ്റ് ടൂർണമെന്റ് നടന്ന സ്ഥലത്തേക്ക് ഈ അഷറഫ് എത്തുകയായിരുന്നു. പിന്നീടാണ് ആൾക്കൂട്ടം മർദ്ദനമുണ്ടായി ഇയാൾ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം ഇയാളെ വഴിയിൽ ഉപേക്ഷിച്ച് ഇവർ കടന്നു കളയുകയായിരുന്നു. പിന്നീട് ബൈക്കിലെത്തിയ 2 അംഗ സംഘമാണ് ഒരാളുടെ മൃതദേഹം കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിന് ശേഷം പോലീസിനെ അറിയിച്ചത്. പോലീസ് എത്തി ഇത്തരത്തിൽ പരിശോധിക്കുകയും വീണ്ടും കേസുകൾ എടുത്ത് പരിശോധിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ FIR-ൽ ഇത്തരത്തിൽ ഈ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചതാണ് മർദ്ദനത്തിന് കാരണമെന്ന് മനസ്സിലാക്കുന്നു. ഇതിനു ശേഷമാണ് ഈ കേസിന്റെ മട്ടും ഭാവവും മാറിയത്. എന്തായാലും ഇന്നലെ വരെ ഈ മൃതദേഹം ആരുടേതാണെന്ന് സ്ഥിരീകരിക്കാൻ സാധിച്ചിരുന്നില്ല. പിന്നീടാണ് പുൽപ്പള്ളി സ്വദേശി, അതായത് വയനാട് പുൽപ്പള്ളി സ്വദേശിയായിട്ടുള്ള അഷറഫിന്റെ മൃതദേഹമാണെന്ന് ബന്ധുക്കൾ അടക്കം സ്ഥിരീകരിച്ചത്. എന്തായാലും ബന്ധുക്കൾ ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഈ മൃതദേഹം സ്വീകരിച്ച് നാട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ബന്ധുക്കൾ പറയുന്നത് ഇപ്രകാരമാണ്. അതായത് മാനസിക വെല്ലുവിളി ഉള്ള ആളാണ്. നാട്ടിൽ നിൽക്കാതെ പലയിടങ്ങളിൽ കറങ്ങി നടക്കുന്ന സ്വഭാവമുണ്ട്. ഇത്തരത്തിൽ നടക്കുന്ന വിഷയങ്ങളെ കുറിച്ച് കാര്യമായ ഗ്രാഹ്യമൊന്നും ഇല്ലാത്ത ഒരാളാണ്. അങ്ങനെ മറ്റ് സംഘടനകളിലോ ഒന്നും ഇത്തരത്തിൽ സംഘടനകളുടെ ഭാഗമൊന്നും അല്ലാത്ത ഒരാൾ കൂടിയാണ് അഷറഫ്. എന്തുകൊണ്ടാണ് ഈ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചതെന്ന കാര്യത്തിൽ അവർക്കും അവ്യക്തതയുണ്ട്. പക്ഷേ മറ്റൊരു സൈഡിൽ നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ പറയപ്പെടുന്ന ഒരു കാര്യം ഇതാണ്. അതായത് ഈ ക്ഷേത്ര മൈതാനിയിൽ മറ്റ് മതത്തിൽപ്പെട്ട ആളുകൾ അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ അഷറഫ് വന്നത്. ഒരു പക്ഷേ അവരെ പ്രകോപനത്തിന് ഇടയാക്കിയേക്കാം. ഈ സംഭവമാണ് ഇത്തരത്തിൽ ആൾക്കൂട്ട മർദ്ദനത്തിലേക്ക് കലാശിച്ചതെന്നാണ് മറ്റൊരു ഭാഷ്യമുള്ളത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വ്യക്തത വരുത്തേണ്ടത് പോലീസാണ്. പോലീസ് ഈ വിഷയത്തിൽ കൃത്യമായി അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് മന്ത്രിസഭയിലെ മന്ത്രിസഭയിലെ മന്ത്രിമാർ തന്നെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണം നടക്കുകയാണ് വേണ്ടത്. ആരോപണ വിധേയരായവർ, അതായത് ഇപ്പോൾ നിലവിൽ 20 പേരാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. 15 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും പോലീസ് ഈ വിഷയത്തിൽ കാര്യമായ അന്വേഷണം നടത്തണം. മറ്റ് അസ്വാരസ്യങ്ങളൊന്നും കൂടാതെ തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെന്നാണ് നാട്ടുകാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. മാത്രമല്ല, ഇന്ന് മംഗളൂരുവിൽ ഈ പ്രദേശങ്ങളിൽ വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കുറ്റക്കാരെ സംരക്ഷിക്കില്ല എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായും പോലീസും അതുപോലെ തന്നെ ഭരണകൂടവും പറയുന്നത്. അതേസമയം ഈ പിടിയിലായ ആളുകൾ സംഘപരിവാർ അനുകൂല സംഘടനയിൽപ്പെട്ട ആളുകളാണ് എന്നുള്ള ഗുരുതര ആരോപണം കൂടി ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഈ മരണവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചതാണ് ഈ മർദ്ദനത്തിന് കാരണമെന്നാണ് ഈ പിടിയിലായവർ പോലീസിന് നൽകിയിട്ടുള്ള മൊഴി. പക്ഷെ ഇത് പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ പോലീസ് ഇതുവരെയും തയ്യാറായിട്ടില്ല. മാത്രമല്ല, ഇതിനൊരു മറ്റൊരു വശം കൂടി ഉണ്ട്
എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പോലീസാണ് ഈ വിഷയത്തിൽ അന്തിമമായി വ്യക്തത വരുത്തേണ്ടത്. കളി